ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് 1 പ്ലസ് സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പൊതുവേ സൊല്യൂഷൻ ലെങ്തിയാണ്, എങ്കിലും ഇത് ചെയ്യാനായിട്ട് പല മെത്തേഡ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് സീക്ക് പ്ലസ് ടാന് കാണാനുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. സീക്ക് പ്ലസ് ടാനുണ്ട്, സീക്ക് മൈനസ് ടാനുണ്ട്, ശരിയല്ലേ? അവ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കുക. സീക്ക് പ്ലസ് ടാനും സീക്ക് മൈനസ് ടാനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, അത് ഉപയോഗിക്കണം. അവിടെ നിന്നാണ് അതാണ് കുറേ കൂടി ബെറ്റർ. ഞാൻ ആ റിലേഷൻ വേണമെങ്കിൽ എഴുതാം, എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ 1 ആണെന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ? ഇതേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് ഞാൻ എന്തെന്ന് എഴുതി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതി. 1 ആണ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരാൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവാം. ഏതെങ്കിലും സീക്ക് പ്ലസ് ടാനിന് അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സീക്ക് മൈനസ് ടാനിന് എങ്ങനെ എഴുതാം? സീക്ക് മൈനസ് ടാൻ ഇവിടെ നിർത്താം. സീക്ക് പ്ലസ് ടാൻ അങ്ങോട്ട് പോട്ടെ. സീക്ക് മൈനസ് ടാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1 ബൈ സീക്ക് പ്ലസ് ടാനായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സീക്ക് മൈനസ് ടാന് സീക്ക് പ്ലസ് ടാനിൻ്റെ റെസിപ്രോക്കലാണ്. തിരിച്ചും പറയാൻ പറ്റും, സീക്ക് പ്ലസ് ടാന് സീക്ക് മൈനസ് ടാനിൻ്റെ റെസിപ്രോക്കലാവും. എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. നമുക്ക് എൽ എച്ച് എസ്സിൽ നിന്ന് തുടങ്ങാം. എൽ എച്ച് എസ് 1 പ്ലസ്, ഇവിടെ നോക്കിയാൽ സീക്ക് മൈനസ് ടാൻ വന്നിട്ടുണ്ടല്ലേ, കാണുന്നുണ്ടോ? സീക്ക് മൈനസ് ടാനിനെ നമുക്ക് 1 ബൈ സീക്ക് പ്ലസ് ടാൻ എന്ന് എഴുതിയാലും തെറ്റില്ലല്ലോ. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത്, വേഗം കിട്ടും ആൻസർ. സീക്ക് മൈനസ് ടാനിന് എങ്ങനെ എഴുതാൻ പറ്റുന്ന പറഞ്ഞേ? 1 ബൈ സീക്ക് പ്ലസ് ടാൻ എന്ന് എഴുതാം. കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസലായി പോവും. താഴെ എന്താണുള്ളത്? ഇത് ന്യൂമറേറ്റർ സൈഡ്. താഴെ ഉള്ളത് എന്താണ്? 1 പ്ലസ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റയാണ് താഴെ ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് 1 പ്ലസ് ദിസ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടല്ലേ ചെയ്യുക? 1 ഇൻറ്റു ദിസ് പ്ലസ് 1 അല്ലേ? 1 ഇൻറ്റു സീക്ക് പ്ലസ് ടാന് സീക്ക് പ്ലസ് ടാൻ തന്നെയാണ്. 1 ഇൻറ്റു സീക്ക് പ്ലസ് ടാന് പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ സീക്ക് പ്ലസ് ടാൻ. ഇതാണ് ന്യൂമറേറ്ററിലുള്ളത്. ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണുള്ളത്? 1 പ്ലസ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. വെട്ടിപ്പോവുമല്ലോ. ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതാം, അപ്പോൾ കൺഫ്യൂഷനും വരില്ലല്ലോ. ഇങ്ങനെ വരുമ്പോഴേ, അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, ഒരു എക്സാമ്പിൾ 2 ബൈ 3 ബൈ 7 വന്നു കഴിഞ്ഞാൽ 2 ബൈ 3 ഇൻറ്റു 7 അങ്ങനെ എഴുതുമല്ലോ നമ്മൾ അല്ലേ? 14 എന്ന് എഴുതിയില്ലേ? അല്ല 21 എന്ന് എഴുതിയില്ലേ അല്ലേ? ഡിവൈഡഡ് ബൈ 2 തവണ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിമ്പിൾ മാത്സ് ആണ്. ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ 7. ഡിവൈഡ് ബൈ 2 തവണ വന്നു കഴിഞ്ഞാൽ ആ ഡിവൈഡ് ബൈ വരുന്ന ആൾക്കാർ മുഴുവൻ 2 പേരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതും. അപ്പോൾ 2 ബൈ 3 ബൈ 7, 2 ബൈ 3 ഇൻറ്റു 7 എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് പറഞ്ഞാണേ. ഇവിടെ നോക്കിയാൽ ദിസ് ഡിവൈഡ് ബൈ ദിസ് ബൈ ഡിവൈഡ് ബൈ ദിസ്, ഡിവൈഡ് ബൈ 2 തവണ വന്നു. അപ്പോൾ താഴെയുള്ള 2 പേരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. മുകളിലുള്ളത് അതേപോലെ തന്നെ എഴുതാം, ബ്രാക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി മുകളിലുള്ള ടേം അതേപോലെ തന്നെ എഴുതാം, ആ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു താഴെ എന്താണ്? 1 പ്ലസ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. ഇങ്ങനെ കിട്ടും. ഇവിടെ കുറച്ച് സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റുന്നതാണ്, ഞാൻ എല്ലാം എഴുതിയതാണ്.
ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ഇത് രണ്ട് വെട്ടിപ്പോവില്ലേ നോക്കിയേ. രണ്ട് സെയിം തന്നെയല്ലേ, ഓർഡർ ഒന്ന് മാറിയെന്നല്ലേ ഉള്ളൂ. ഇത് സീക്ക് പ്ലസ് ടാൻ പ്ലസ് 1, ഇതോ സീക്ക് പ്ലസ് ടാൻ പ്ലസ് 1, രണ്ട് വെട്ടിപ്പോയി. അപ്പോൾ വെട്ടിപ്പോയിട്ട് ഇപ്പോൾ ന്യൂമറേറ്റർ സൈഡിൽ 1 മാത്രമേ ഉള്ളൂ, താഴെ സീക്ക് പ്ലസ് ടാൻ ആണ്. ശരിയല്ലേ? 1 സീക്ക് പ്ലസ് ടാൻ. ഒരു കാര്യം പറയട്ടെ, 1 സീക്ക് പ്ലസ് ടാന് സീക്ക് മൈനസ് ടാൻ ആണെന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കിത് വെട്ടിക്കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്, 1 സീക്ക് പ്ലസ് ടാൻ ആണ്. റിമെമ്പർ, 1 സീക്ക് പ്ലസ് ടാന് സീക്ക് മൈനസ് ടാൻ ആണ് നമുക്കറിയാം. അപ്പോൾ ഞാൻ സീക്ക് മൈനസ് ടാൻ എന്ന് എഴുതിക്കോട്ടെ. ഇതാണോ RHS? RHS സൈനിൻ്റെയും കോസിലോട്ടും കൊണ്ടുവന്നിരിക്കുകയാണ് RHS. ഇതിനെ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലോട്ട് ആക്കിയാൽ പോരെ? അതിനാക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ സീക്കിനെ നമുക്ക് 1 കോസ് എന്ന് എഴുതാം. സീക്കിനെ എങ്ങനെ എഴുതാം? 1 കോസ് എന്ന് എഴുതാം. ടാനിനെയോ സൈൻ കോസ് എന്നും എഴുതാൻ പറ്റും. സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് 1 സൈൻ തീറ്റ കോസ് തീറ്റ, 1 സൈൻ തീറ്റ കോസ് തീറ്റ കിട്ടി. ഇതാണ് RHS. സോ മെത്തേഡ് ക്ലിയർ ആയല്ലോ.